കോൺഗ്രസിന്റെ ഹരിയാനയിലെ സീറ്റ് ഓൾറെഡി ദേശീയ തലത്തിൽ ഇടങ്ങളിലുണ്ട്. JC വേണുഗോപാലിനെ PA അഭിഷേകത്തിൽ മാറ്റിയുള്ള വാർത്തകൾ ഇതൊക്കെ വല്ലാത്തൊരു അപജയം എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഹരിയാനയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. അദ്ദേഹം അത് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ടിക്കറ്റ് ലഭിക്കാൻ ഇടനിലക്കാരുടെ വഴി കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ വലയത്തിലുള്ള ആളുകളുടെയും പേരുകളാണ് ആരോപണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സാധാരണഗതിയിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട ഒരു സ്ഥാനമാണ്. പക്ഷേ പണം കൊണ്ട് വാങ്ങാവുന്ന അവസ്ഥയിലേക്ക് മാറിയോ എന്ന് സംശയിക്കാവുന്ന നിലയിലാണ് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്, ഇതൊരു ഗുരുതരമായ ആരോപണമാണ്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത് വ്യാജമായ ആരോപണമാണെങ്കിൽ അത് ഉടനെ നിഷേധിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാൻ. അതോടൊപ്പം തന്നെ രണ്ടാമത് വരുന്നത്, പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന, അത് കൈകാര്യം ചെയ്യുന്ന തലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടി എന്ന നിലക്ക് അവരുടേതായ ഒരു ആഭ്യന്തര അന്വേഷണമെങ്കിലും ഇക്കാര്യത്തിൽ നടക്കേണ്ടതല്ലേ? എന്താണ് അതിന് തയ്യാറാകാത്തത്? അത് ആ പാർട്ടിയുടെ പ്രശ്നമാണെങ്കിലും അവരുടെ ആഭ്യന്തര സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ടല്ലേ മാറുന്നത്? മൂന്നാമത്തത്, സ്ഥാനാർത്ഥിത്വം പോലും സാമ്പത്തിക ശേഷി നോക്കി വിതരണം ചെയ്യുന്ന രീതിയാണെങ്കിൽ ജനാധിപത്യത്തിലെ സമത്വവും ആശയാധിഷ്ഠിത രാഷ്ട്രീയവും എവിടെ നിൽക്കും? സാധാരണ പ്രവർത്തകരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ തകർക്കപ്പെടേണ്ടതാണോ? ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ളത്, മറ്റുള്ളവരെ അഴിമതിയുടെ പേരിൽ, അത് വ്യാജമായടക്കം അഴിമതി ആരോപണം ഉന്നയിച്ച് നിരന്തരം വിമർശിക്കുന്നൊരു പാർട്ടി സ്വന്തം പാർട്ടിക്കുള്ളിലെ ഇത്തരം ആരോപണങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുതരം രാഷ്ട്രീയ ഏർത്തത്താപ്പല്ലേ? ഈ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ മാത്രമല്ലല്ലോ, ഇത് രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസ്യതയും നൈതികതയും പരിശോധിക്കുന്ന വിഷയമല്ലേ? അപ്പോൾ വളരെ ലളിതമായ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഈ തരത്തിൽ ജനങ്ങൾ ചോദിക്കുമല്ലോ. പാർട്ടി ടിക്കറ്റ് ആശയങ്ങൾക്കും
പ്രവർത്തനത്തിനുമാണോ അല്ല പണത്തിനാണോ? അത് വ്യക്തമായ മറുപടി പറയേണ്ടത് ആ പാർട്ടിയുടെ നേതൃത്വമാണല്ലോ. നല്ല വ്യക്തവും വിശ്വസനീയമായ മറുപടി പറയാൻ ആ പാർട്ടി നേതൃത്വത്തിന് കഴിയും. അത് കഴിയാത്തത് കൊണ്ടല്ലേ മൗനം പാലിക്കുന്നത്. ആ മൗനം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമുള്ള ഏറ്റവും വലിയ തെളിവായിട്ടല്ലേ വ്യാഖ്യാനിക്കപ്പെടുക.